റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടെലിഗ്രാമിലെ ഫോട്ടോ വിൽപ്പന കേസിലെ പ്രതി നിതിൻ മോഹൻദാസിനെതിരെ നിർണായകമായ തെളിവുകൾ പോലീസിന് കൈമാറി പരാതിക്കാരി. മാഹി സ്വദേശിനെയാണ് ഈ തെളിവുകൾ കൈമാറിയത്. പരപ്പനങ്ങാടി പോലീസിന് മുന്നിൽ പരാതിക്കാരിയും സഹോദരനും മൊഴിയും നൽകിയിട്ടുണ്ട്. AK അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ദുരനുഭവങ്ങൾ ധാരാളം പരാതിക്കാർക്കുണ്ട്. ഈ ഒരു പരാതിക്കാരി മാത്രമല്ല, നിരവധി പരാതിക്കാരുണ്ട്. ഇയാളുടെ ഫോൺ പരിശോധിച്ച സൈബർ പോലീസ് തന്നെ ഞെട്ടിപ്പോയതാണ്. അത്ര വലിയൊരു സൈബർ ക്രിമിനലാണ് ഇയാൾ. ഇപ്പോൾ ഇയാൾക്കെതിരെ എന്തൊക്കെ തെളിവുകൾ, എത്രത്തോളം വലിയ തെളിവുകൾ, പോലീസിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്? ഷിയാസെ, ഈ മാഹി സ്വദേശിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കണ്ണി. അവരാണ് ഈ സംബന്ധിച്ചുള്ള തെളിവുകൾ ആദ്യം തന്നെ കണ്ടെത്തിയത്. അതായത് ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ തൻ്റെ സുഹൃത്തുക്കളുടെ ഫോട്ടോ ഇത്തരത്തിൽ നഗ്നമായ മോർഫ് ചെയ്തത് മനസ്സിലാക്കുന്നതും അവരാണ് ഇക്കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെയാണ് രാമനാട്ടുകര സ്വദേശിയായ യുവതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ ഇവർ തെളിവുകൾ നൽകിയിരിക്കുന്നത്. 6ഓളം പരാതികൾ ഇതിനകം തന്നെ പോലീസിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ മാഹി സ്വദേശിന് നൽകിയിരിക്കുന്ന ഈ മൊഴി കേസിൽ ഏറ്റവും നിർണായകമാകും. അതോടൊപ്പം തന്നെ നേരത്തെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും നൽകാത്ത ചില തെളിവുകൾ കൂടി ഇപ്പോൾ പോലീസിന് മുന്നിൽ അവർ സമർപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാഹി സ്വദേശിയായ യുവതിയും അതോടൊപ്പം തന്നെ അവരുടെ സഹോദരനും കൂടിയാണ് ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ നിർണായകമായ തെളിവുകൾ നൽകിയത്. കാരണം ഇവർ രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് വ്യക്തമായി അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവരുടെ കൃത്യമായ ഇടപെടലാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ക്രിമിനൽ പ്രവൃത്തി നടത്തിയ ഒരു യുവാവിനെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനും കേസെടുക്കാനും നിർബന്ധിതമാക്കിയ സാഹചര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ തൻ്റെ സുഹൃത്തുക്കളാണ് ഇതിന് ഇരയാക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഈ കേസിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയത്. അതിലെ തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പോലീസ് തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ ആയിരുന്ന ഘട്ടത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാമെന്നായിരുന്നു തീരുമാനിച്ചത്. ഇപ്പോൾ കൂടുതൽ തെളിവുകളും മൊഴികളും ഒക്കെ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാളെ വൈകാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്തത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പരാതിക്കാർ വരുന്നു, കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളുടെ, സ്വന്തം ബന്ധുക്കളുടെ, സഹോദരിമാരുടെ, സുഹൃത്തുക്കളുടെ, അയൽക്കാരുടെ ഒക്കെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വിൽപ്പന നടത്തിയ സൈബർ ക്രിമിനലാണ്. കടുത്ത നടപടിയാണ് ഇയാൾക്കെതിരെ ഉണ്ടാവേണ്ടത്.